എല്ലാവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. ക്ലെപ്റ്റോമാനിയ എന്താണ്? മോഷ്ടിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ കാരണം എന്താണ്? മോഷണം ഒരു കലയാണെന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. പക്ഷെ മോഷണം ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? മോഷ്ടിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്. ക്ലെപ്റ്റോമാനിയ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആവശ്യമില്ലെങ്കിൽ പോലും ഒരു സാധനം കൈക്കലാക്കണമെന്നുള്ള ഉൾപ്രേരണയെന്ന് ഇതിനെ വിളിക്കാം. സ്വയം നിയന്ത്രിക്കുന്നതിനെ വൈകാരികവും സ്വഭാവപരവുമായ തകരാറുകളാണ് ഈ രോഗത്തിന്റെ കാരണം. വളരെ അപൂർവമായ ഒരു രോഗമാണെങ്കിലും ഈ അസുഖം യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. ഒരു വ്യക്തിക്ക് സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള അനിയന്ത്രിതമായ ആഗ്രഹം അനുഭവപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയാണ് ക്ലെപ്റ്റോമാനിയ. ഈ അവസ്ഥയിലുള്ള ആളുകൾ പ്രേരണയിൽ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടേക്കാം. കൂടാതെ പലർക്കും മോഷ്ടിച്ചതിൽ പശ്ചാത്താപമോ കുറ്റബോധമോ തോന്നുന്നു. ക്ലെപ്റ്റോമാനിയെ ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. എന്നാൽ മരുന്നിലൂടെയും തെറാപ്പിയിലൂടെയും ഈ അവസ്ഥയെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. എന്താണ് ക്ലെപ്റ്റോമാനിയ? നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടെ ഒട്ടും വിലയുള്ളതോ ഇല്ലാത്തതോ ആയ സാധനം കൈക്കലാക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ക്ലെപ്റ്റോമാനിയ. യഥാർത്ഥത്തിൽ ഇത് പണം കൊടുത്ത് വാങ്ങാനുള്ള ശേഷി ഈ തകരാറുള്ളവർക്ക് ഉണ്ടാകും. എങ്കിലും മോഷണത്തിലൂടെ ഇത് നേടുമ്പോഴാണ് അവർ തൃപ്തരാകുന്നത്. സ്വയം നിയന്ത്രണവുമായി ബന്ധപ്പെടുന്ന തകരാറാണ് ഇത്. പൊതുവെ ഇത്തരം തകരാറുകളെ ഇംപൾസ് കൺട്രോൾ ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇത്തരം തകരാറുകൾ ഉള്ളവർക്ക് സ്വയമോ മറ്റുള്ളവർക്കോ ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അടങ്ങാത്ത പ്രേരണ ഉണ്ടാകും. എത്ര ശ്രമിച്ചാലും ആ പ്രേരണ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കുകയുമില്ല. വളരെ കുറഞ്ഞ ശതമാനം ആളുകളെ മാത്രം ബാധിക്കുന്ന മാനസിക പ്രശ്നമാണ് ഇതെന്ന് അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ സാക്ഷ്യപ്പെടുത്തുന്നു. ക്ലെപ്റ്റോമാനിയ എന്നത് ഒരു ഇംപൾസ് കൺട്രോൾ ഡിസോർഡർ ആണ്. അവിടെ ഒരു വ്യക്തിക്ക് സാധനം മോഷ്ടിക്കാനും പൂഴ്ത്തിവെക്കാനുമുള്ള നിരന്തരമായ അനിയന്ത്രിതമായ ആഗ്രഹമുണ്ട്. അവയിൽ മിക്കതും അയാൾക്ക് ആവശ്യമില്ലതാനും. ഒരു ക്ലെപ്റ്റോമാനിയക് രോഗത്തെക്കുറിച്ച് ബോധവാന്മാരുമാണ്. എന്നാൽ തനിക്കും മുഴുവനും കുടുംബത്തിനും ഹാനികരമാണെങ്കിലും തന്റെ പ്രലോഭനത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി അവനില്ല. ഒരു ക്ലെപ്റ്റോമാനിക്ക് പൊതുവെ കുറ്റബോധവും നാണക്കേടും നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. കാരണം അപകീർത്തിപ്പെടുത്തുന്നു എന്ന ഭയത്താൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഉപദേശകനെയോ സന്ദർശിക്കാൻ അയാൾ ഭയപ്പെടുന്നു. ക്ലെപ്റ്റോമാനിക് ബാധിച്ച ഒരു വ്യക്തിക്ക് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയുകയില്ല. എന്നാൽ ധ്യാനവും കൗൺസിലിംഗും ഈ മാനസിക ആരോഗ്യ തകരാറിനെ നേരിടാൻ അവനെ സഹായിക്കും. ഇവർ ഒരിക്കലും ഒറ്റപ്പെടലിൽ കഷ്ടപ്പെടുന്നില്ല. എന്നാൽ മോഷണശീലങ്ങൾ കുടുംബാംഗങ്ങളെ വൈകാരികമായി വേദനിപ്പിക്കുന്നു. മിക്ക ആളുകളും ക്ലെപ്റ്റോമാനിയ ഒരു മാനസിക രോഗമാണെന്നും ക്ലെപ്റ്റോമാനിയയെ കള്ളനായി കണക്കാക്കുന്നവരാണെന്നും അറിയുന്നില്ല. ക്ലെപ്റ്റോമാനിയയുടെ മൂലകാരണം അജ്ഞാതമാണ്. തലച്ചോറിലെ സെറാട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കുറയുന്നത് ക്ലെപ്റ്റോമാനിയയ്ക്ക് കാരണമാകാം. കാരണം വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ സെറാട്ടോൺ സഹായിക്കുന്നു. മോഷണം ഡോപ്പമിൻ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് സന്തോഷത്തിന്റെ കാരണമാകുന്നു. ആയതിനാൽ കൂടുതൽ മോഷ്ടിക്കാനുള്ള പ്രേരണ ആവശ്യമാണ്. ജനനം മുതൽ രോഗബാധിതനായ ഒരു വ്യക്തിയാണ് ജന്മനാലുള്ള ക്ലെപ്റ്റോമാനിയക്ക്. ക്ലെപ്റ്റോമാനിയ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള ഒരു മാതാപിതാക്കളുടെയോ സഹോദരനോ ഉള്ള കുടുംബ ചരിത്രമുണ്ടെങ്കിൽ ഒരു അപായ ക്ലെപ്റ്റോമാനിയക് സാധാരണയായി ഈ രോഗം പാരമ്പര്യമായി സ്വീകരിക്കുന്നു. ക്ലെപ്റ്റോമാനിയ ലക്ഷണങ്ങൾ: ആവശ്യമില്ലെങ്കിൽ കൂടി സാധനങ്ങൾ മോഷ്ടിക്കണമെന്ന അനിയന്ത്രിതമായ പ്രേരണ, മോഷണത്തിലേക്ക് എത്തിക്കുന്ന ടെൻഷൻ, ഉത്കണ്ഠ, മോഷണത്തിലൂടെ സന്തോഷവും ആശ്വാസവും സംതൃപ്തിയും നേടുക, കുറ്റബോധവും നാണക്കേടും പിടിക്കപ്പെടുമെന്നുള്ള ഭയവും. കാരണങ്ങൾ: എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ക്ലെപ്റ്റോമാനിയയ്ക്ക് അടിമയാകുന്നത് എന്നത് ഇതുവരെ വൈദ്യശാസ്ത്ര ലോകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ന്യൂറോ ട്രാൻസ്മിറ്ററായ സെറാഡോണുമായി ഇതിന് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. മൂഡുകളും വികാരങ്ങളും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറാട്ടോണിൻ. ആസക്തിയുമായി ബന്ധപ്പെട്ട തകരാറുകളും ക്ലെപ്റ്റോമാനിയയ്ക്ക് കാരണമായേക്കാം. കാരണം ആസക്തി, വിഷാദം, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവയുള്ളവരിലാണ് സാധാരണയായി ക്ലെപ്റ്റോമാനിയ കണ്ടുവരുന്നത്. എങ്ങനെ കണ്ടെത്താം? ലക്ഷണങ്ങളോടെ തന്നെ ക്ലെപ്റ്റോമാനിയെ തിരിച്ചറിയാൻ കഴിയും. ഒരു ഡോക്ടർക്ക് ശരീര പരിശോധനയിലൂടെയും സൈക്കോളജിക്കൽ അനാലിസിസിലൂടെയും രോഗം കണ്ടെത്താം. ചികിത്സ: ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുക അസാധ്യമാണ്. അതേസമയം കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള തെറാപ്പിയിലൂടെയും മരുന്നുകളിലൂടെയും മോഷ്ടിക്കണമെന്ന അടങ്ങാത്ത ആവേശത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. വളരെ അപൂർവമായ മാനസിക പ്രശ്നമാണ് ക്ലെപ്റ്റോമാനിയ. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്.
ക്ലെപ്റ്റോമാനിയ ഒരു സാധാരണ അവസ്ഥയാണോ? ക്ലെപ്റ്റോമാനിയ ഒരു അപൂർവ അവസ്ഥയാണ്. 0.6% US പൗരന്മാരെ ക്ലെപ്റ്റോമാനിയ ബാധിച്ചതായി ഗവേഷകർ കണക്കാക്കുന്നു. ഏകദേശം 5% പേർ കടയിൽ മോഷണം നടത്തിയതിന് അറസ്റ്റിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.